ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ മത്സരത്തിൽ എൻറിക്കിനെ കളിപ്പിക്കാൻ കാർലോ ആഞ്ചലോട്ടി തയ്യാറായിരുന്നില്ല. അതിൻ്റെ പേരിൽ ബ്രസീലിൽ നിന്നും വലിയ വിമർശനങ്ങൾ ആഞ്ചലോട്ടിക്ക് ലഭിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം UOL ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ആഞ്ചലോട്ടി സെൻറ്റർ ഫോർവേഡ് പൊസിഷനിൽ 3-ാം സ്ഥാനക്കാരനായിക്കൊണ്ടാണ് ഇപ്പോഴും എൻറിക്കിനെ പരിഗണിക്കുന്നത് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 2 സ്ഥാനങ്ങളിൽ ഇഗോർ തിയാഗോ മാത്യൂസ് കുഞ്ഞ എന്നിവർ വരുന്നു. അതിനുശേഷം മാത്രമാണ് എൻറിക്കിനെ കാർലോ ആഞ്ചലോട്ടി പരിഗണിക്കുന്നത്. അതിൻ്റെ കാരണം കൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് എൻറിക്കിന് ടാക്ടിക്കൽ ഡിസിപ്ലിൻ കുറവാണ് എന്നാണ് ആഞ്ചലോട്ടി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ആഞ്ചലോട്ടി പറയുന്ന രൂപത്തിൽ കളിക്കാൻ ഇപ്പോൾ എൻറിക്ക് തയ്യാറാവുന്നില്ല. അതാണ് ആഞ്ചലോട്ടിയെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യം. പ്രധാനമായും ആഞ്ചലോട്ടി എൻറിക്കിനോട് പറഞ്ഞിരുന്നത് സെൻറ്റർ ഫോർവേഡ് പൊസിഷനിൽ കളിക്കുമ്പോൾ എതിരാളികളെ നല്ല രൂപത്തിൽ പ്രസ് ചെയ്യണം എന്നുള്ളതാണ്. ബോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഓഫ് ദി ബോളിൽ നല്ല രൂപത്തിൽ എതിരാളികളെ പ്രസ് ചെയ്യണം എന്നുള്ളത് എൻറിക്കിനോട് ആഞ്ചലോട്ടി പറഞ്ഞിരുന്നു. അത് എൻറിക്ക് പലപ്പോഴും അനുസരിച്ചിട്ടില്ല എന്നാണ് ആഞ്ചലോട്ടി മനസ്സിലാക്കുന്നത്. മാത്രമല്ല ട്രെയിനിങ് സെഷനിൽ ചില നിർദ്ദേശങ്ങൾ ആഞ്ചലോട്ടി എൻറിക്കിന് നൽകിയിരുന്നു. അതായത് ഉടൻ തന്നെ ഷോട്ട് എടുക്കാൻ പാടില്ല, ഫസ്റ്റ് ടച്ച് മെച്ചപ്പെടുത്തണം, എന്നിട്ട് മാത്രമാണ് ഷോട്ട് എടുക്കുക എന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു. പക്ഷെ അതൊന്നും എൻറിക്ക് പാലിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. മത്സരങ്ങളിൽ അദ്ദേഹം ഉടൻ തന്നെ ഷോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ആഞ്ചലോട്ടി പറയുന്ന പോലെ കളിക്കാൻ എൻറിക്ക് തയ്യാറാകുന്നില്ല. അത് തീർച്ചയായും ആഞ്ചലോട്ടിയെ ദേഷ്യം പിടിപ്പിച്ച ഒരു കാര്യമാണ്. ടാക്ടിക്കലി എൻറിക്കിന് ഇപ്പോൾ ഡിസിപ്ലിൻ കുറവാണ്, പറയുന്ന പോലെ കളിക്കുന്നില്ല എന്നാണ് UOL റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് എൻറിക്കിന് ഇപ്പോൾ പ്രാധാന്യം നൽകാത്തത് എന്നാണ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരത്തിൽ എൻറിക്കിനെ ഈ പരിശീലകൻ കളിപ്പിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ആദ്യ മത്സരത്തിൽ തിളങ്ങാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇഗോർ തിയാഗോയെ മാറ്റാൻ സാധ്യതയുണ്ട്. പകരം മാത്യൂസ് കുഞ്ഞോ എൻറിക്കോ വരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.